ഇതെന്തോന്ന് അല്പത്തരം? അപ്പൊ അവിടെ വന്നൊന്ന് നോക്കിക്കേ, ഞങ്ങളുടെ കുമ്പളത്തെ വീട്ടില് ഗേറ്റിൽ എഴുതി വെച്ചേക്കോ കുമ്പളത്ത് ബംഗ്ലാവെന്ന്. അത് അല്പത്തരാ. നമ്മൾ അങ്ങനെ മോശക്കാരല്ലാന്ന് എല്ലാവരും അറിയണം. അവർക്കൊരു വിചാരമുണ്ട്, ദേ നമ്മൾ കുറഞ്ഞ ആൾക്കാരാന്ന്, പ്രത്യേകിച്ച് ആ ഭാവന എന്ന് പറഞ്ഞ പെണ്ണുമ്പിളക്ക്. അത് പറ്റൂല. നമ്മളെല്ലാം കൊണ്ട് അവരുടെ ഒപ്പം തന്നെയാന്നുള്ളത് നാട്ടുകാരറിയണം. അല്ലെങ്കിൽ അവരുടെ വിചാരം എന്താണെന്നറിയാമോ, ഇവിടുന്ന് ദാനത്തിനൊരു പെണ്ണിനെ അങ്ങ് കിട്ടിക്കൊണ്ടുപോവാന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അത് വെറുതെ പറയാന്നല്ല, ഇവര് പറയിപ്പിക്കുന്നതാ. പറയുന്നവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ അമ്മ. എന്തായാലും ചേച്ചി ഇവിടുന്ന് കല്യാണം കഴിച്ച് ചെല്ലുമ്പോ MD കസേര ചേച്ചിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കും. നോക്കിക്കോ. മോളെ, നീ ചെന്ന് അവളെ ഒന്ന് വിളിച്ചേ. ഇന്ന് നേരത്തെ ഓഫീസിൽ പോകേണ്ടതാ. ചെല്ലു മോളെ, ഒന്ന് പോയി വിളിക്കേ. ഇന്ന് പോകുന്നില്ലെന്നും പറഞ്ഞ അവിടെ കിടക്കുവാ. മടിയാണ് പോലും. ഇത് മടിയൊന്നുമല്ല അമ്മീ, നാണമായിട്ടാ. മോതിരമൊക്കെ ഇട്ട് അവന്റെ മുമ്പിൽ പോയി നിക്കണ്ടേ? അതെന്തിനാ അപ്പൊ നാണിക്കുന്നേ? അതൊന്നും പറഞ്ഞ ആമിക്ക് മനസ്സിലാവൂല. മധുവേട്ടനെ കണ്ടപ്പോഴും എനിക്ക് ഇതേപോലെ നാണമായിരുന്നു. എന്താടി? മോളെ, അപ്പു, എന്തൊരു ഉറക്കം ഇത് മോളെ? അല്ല, ഇത് എന്തൊരു ഉറക്കവാ? ദേ എഴുന്നേറ്റേ, ഓഫീസിൽ പോണ്ടേ മോളെ? എഴുന്നേക്ക്. ദേ എണീറ്റേ, എഴുന്നേറ്റ അങ്ങോട്ടെ. എഴുന്നേക്ക് കുഞ്ഞെ. ഞാൻ പോകുന്നില്ല. പോകുന്നില്ലെന്നോ? ഇന്ന് ഞാൻ ലീവാ. ദേ ഓഫീസിലെ ഒരു കാര്യവും മുടക്കരുതെന്ന് നീ തന്നെയല്ലേ പറയുന്നേ? എഴുന്നേറ്റെ. ആമി, എനിക്ക് തീരെ വയ്യ ആമി. എന്ത് വയ്യെന്ന്? എഴുന്നേറ്റെ. ദേ ചായ കുടിക്ക്. അയ്യോ, മോതിരം എവിടെ? നോക്കിക്കേ. ആമി, ഞാനേ അതവിടെ വെച്ചിട്ടുണ്ട്. അതെന്ത് പണിയാ മോളെ കാണിച്ചത്? മോതിരം അങ്ങനെ അഴിച്ചു വെക്കാനൊന്നും പാടില്ല. അത് തെറ്റാണ്, ദോഷമാണ്. ആമി, അതെ, എന്റെ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞപ്പോ അങ്ങനെ ഞാൻ ഊരി വെച്ചതാ. എന്തുവാ മോളെ ഇത്? വേറൊരു മോതിരം എൻഗേജ്മെന്റ് റിംഗ് ഇടുന്നതിന് മുമ്പ് ഈ വിരലിൽ കിടപ്പുണ്ടായിരുന്നില്ലേ? അന്നേരം ചൊറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ലേ? അല്ല ആമി, ഈ മോതിരത്തിനെ എന്തോ ഒരു ചൊറിച്ചിലുണ്ട്, അതുകൊണ്ടാ. ചൊറിച്ചില് അത് നിന്റെ മനസ്സിന്റെയാ. നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്നവനും ഉണ്ടല്ലോ ഈ ഒരു സ്വഭാവം. അത് നിനക്കൂടെ പകർന്നു കാണും. എന്റെ ആമിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവൂ അല്ലേ? ദേ, ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്തതിന്റെ ലക്ഷണങ്ങളാ ഈ കാണുന്നതൊക്കെ. ആ, ഇതങ്ങോട്ട് ഇട്ടേ. ആമി ഇട്ടതാ. ഞാനാണ് ഇട്ട് തരേണ്ടത്. നീ തന്നെ ഇട്ടാ മതി. ഇതേ പവിത്രമോതിരവാ, നിന്ദിക്കരുത്. അവിടെ എവിടെയും വലിച്ചെറിയാനൊന്നും പാടില്ല. അതിന്റെ ദോഷമേ നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്നവനാ. ആണോ? ആ, അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ദേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. ദേ എണീറ്റേ, ചായ കുടിച്ചേ. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ മോളെ, മോതിരം ഇട്ട് കഴിഞ്ഞാ സംഗതി അങ്ങ് മാറുന്നൊക്കെ. കുറച്ചു കഴിയുമ്പോഴേ നിന്റെ സിദ്ധു സാറ് തന്നെ നിന്നെ വിളിക്കും. പുറപ്പെട്ടോ, എത്താറായോ എന്നൊക്കെ ചോദിച്ച്. ശ്വാസം മുട്ടലായിരിക്കും. നീ ആ വിളി വരുന്നതിന് മുമ്പേ വിളിപ്പുറത്തെത്തണം. ഗുഡ് മോർണിംഗ്. ഇയാൾ എന്തുവായി കാണിക്കുന്നേ?
എന്താ? ഇയാൾ എന്തിനാ എന്നെ പിക്ക് ചെയ്യാൻ വണ്ടി അയച്ചെന്ന്? വണ്ടിയോ? എന്ത് വണ്ടി? നിങ്ങളുടെ ഓഫീസിലെ വണ്ടി എന്നെ ഇവിടുന്ന് ഓഫീസിലോട്ട് കെട്ടിയെടുക്കാൻ എന്തിനാ അയച്ചതെന്ന്. ഞാൻ ആരോടും വണ്ടിയൊന്നും അയക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാലേ സൊണാലിയിലെ വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാൻ. ഇനി സ്കൂട്ടറിലൊന്നും വരണ്ടാന്ന്. ഹ, നിന്നെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് മമ്മി കാണിച്ച പരിപാടിയായിരിക്കും. അതുകൊണ്ട് താൻ ആ വണ്ടി കയറിങ്ങി പോര്, വെറുതെ പ്രശ്നമാക്കണ്ട. അയ്യോ, പിന്നെ ഞാനങ്ങ് വന്നത് തന്നെ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതേ വെറും ഒരു ധാരണ മാത്രം. ഒരു മോതിരയിട്ട് കാര്യങ്ങളൊക്കെ വഷളാക്കി വെച്ചിരിക്കുവാ. ഇനി എന്നെ കൊണ്ടുപോയി സൊണാലിയിലെ മരുമകളാക്കി വാഴിക്കാന്നാണെങ്കിലേ അത് നടക്കത്തില്ല സാറേ. സ്കൂട്ടറിൽ വരുന്ന നിങ്ങൾ സൊണാലിക്കാർക്ക് നാണക്കേടാണല്ലോ. എന്റെ ഭാര്യ സ്കൂട്ടറിൽ വരുന്നത് കുറച്ചിലല്ലേ. അതുകൊണ്ട് സാറൊന്ന് മനസ്സിലാക്കിക്കോ. ഞാൻ ഓട്ടോറിക്ഷയോ ബസ്സോ ഒക്കെ പിടിച്ച് അലഞ്ഞു തിരിഞ്ഞ് ഓഫീസിൽ വരത്തുള്ളൂ. വലിയ സൊണാലിക്കാരിറങ്ങിയിരിക്കുന്നു. ആ, നീയേ എങ്ങനെ വേണമെങ്കിലും വന്നോ, അലഞ്ഞോ തിരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും വന്നോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ സമയത്തിന് ഓഫീസിൽ ഒന്ന് ഒപ്പിട്ടേക്കണം. ഒരാഴ്ചയായിട്ടേ പെൻഡിങ് കിടക്കുന്ന ഫയലുകൾ ഒരുപാടുണ്ട്, അതെല്ലാം വന്നങ്ങ് തീർത്തേക്കണം. ഇയാൾ അങ്ങനെ ഓർഡർ ഇട്ടാലേ ഞാൻ നിന്ന് തരത്തൊന്നുമില്ല. നിനക്കിപ്പോ ഒട്ടും ബഹുമാനമില്ലല്ലേ? അതെ, ഞാൻ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞതല്ലേ, ഈ ബാധ്യത എന്റെ വിരലിൽ കിടക്കുന്നിടത്തോളം കാലം എനിക്കൊരു ബഹുമാനവും കാണത്തില്ല. ഹലോ, കട്ട് ചെയ്തിട്ട് പോയോളൂ. ഇനി സിദ്ധമായിട്ടും കുടിക്കും. നീ കുടിച്ചതിന്റെ ബാക്കി. പിന്നെ അതങ്ങനെയല്ലേ വേണ്ടത്, നമ്മള് ഷെയർ ചെയ്ത് കഴിക്കണ്ടേ. കുടിക്കേ. ദാ. സാറേ, ഇനി കല്യാണം വെച്ച് താമസിപ്പിക്കാതെ അങ്ങോട്ട് നടത്തണേ. കല്യാണമൊക്കെ ഇവര് വളരെ നേരത്തെ കഴിച്ച പോലെ തന്നെയല്ലേ സാറേ? മിണ്ടാ പൂച്ച കല ഉടയ്ക്കുമല്ലോ. അത് പ്രതിഭ അറിയണായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ, അല്ലേ സിദ്ധു സാറേ? നല്ല കരിക്ക് കാറ്റ് മാത്രം ബാക്കി വെച്ചുള്ളല്ലേ. അതെ, അടവ് ഞാൻ ഇവിടെ നിർത്താം. ആ, നമുക്ക് 2 പേർക്ക് നിർത്താം. അതാ നല്ലത്. ദാ. ഞാനിത് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇയാൾ അഴിച്ചു വെക്കേ. ദാ പിടി. ഇനിയേ തന്റെ പപ്പയും അമ്മയും വിളിച്ചു പറ, എന്റെ ആമിയെ ഞാൻ വിളിച്ചോളാം. പതുക്കെ തട്ട്. എന്നാ സിദ്ധു സാറിന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറയണ്ടേ, വേണ്ടേ? അതങ്ങേര് ചെയ്തില്ല. അവസാനം നിങ്ങളുടെ സിദ്ധു സാറും
ഈ പ്രതിഭയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചപ്പോഴാ ഞാനും ശരത്തുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായത്. അപ്പൊ ഈ സിദ്ധു സാറ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൽത്തോട്ടത്തിൽ വന്ന് എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചതേ എന്നെ കെട്ടിച്ചു കൊടുക്കുവോന്നാ. അതുമല്ല, ശരത്തുമായിട്ടൊരു ധാരണ ഉറപ്പിച്ചിട്ടാ എന്റെ വീട്ടിലോട്ട് വന്നത്. സത്യത്തില് ഞാൻ പെട്ടുപോയതാ സാറേ. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കില് സിദ്ധു സാറ് ജീവിതം അവസാനിപ്പിക്കുന്ന എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഇതിന് സമ്മതം മൂളിയത്. അതെ, ഞാൻ നോക്കിയിട്ട് ഈ ഡിസൈനിൽ ഒരു കുഴപ്പവും കാണുന്നില്ല. അത് മാത്രമല്ല, ഇതുവരെയുള്ള എന്റെ ഒരു ഡിസൈൻസിലും ഒരു കറക്ഷനും സാറ് പറഞ്ഞിട്ടുമില്ല. ഇയാൾ എവിടെയെങ്കിലും ഒരു കുത്തോ കോമയോ അല്ലാതെ വേറെ ഒരു കുന്തവും ചെയ്തിട്ടില്ല. പിന്നെ അപർണ ചെയ്യുന്ന ഡിസൈൻ 100% പെർഫെക്റ്റ് ആണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. വല്ലാത്തൊരു ഈഗോ ഉണ്ടല്ലോ മുതലാളിക്ക്. അത് തെളിയിക്കാൻ എവിടെയെങ്കിലും ഒരു കുത്തോ കോമയോ അങ്ങിടും. ഈ ഡിസൈനിലും അത് തന്നെ ചെയ്തിട്ടുള്ളൂ. മുതലാളി ഇതിനകത്ത് യാതൊരു കറക്ഷനും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഈഗോ മൂത്ത് എന്നെ വെറുതെ കുത്തുന്നതാ മുതലാളി. തന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയതെന്താ? ഏൽപ്പിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതോ? എടോ, തനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ താൻ ഇതുപോലെ ചെയ്യത്തില്ല. സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വിവാഹത്തിനുള്ള കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനല്ലേ ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ട് ഈ ചെയ്തു വെച്ചെന്താ? അതെ, ഈ ഡിസൈൻസ് സൗത്ത് ഇന്ത്യൻ അല്ലേ? ഇതോ? എന്റെ പൊന്ന് സാറേ, സാറൊക്കെ ഇപ്പോഴും ആ പഴയ മൈൻഡിൽ തന്നെ കിടക്കുക. നമ്മുടെ കേരളത്തിന്റെ ഓണാട്ടുകരയിലെ മുക്കും മൂലയും വരെ ഫാഷൻ വിപ്ലവാ. അതിനൊക്കെ മാച്ചായ ഡിസൈനാ ദേ ഇത്. അത് സാറിന്റെ തലയിൽ കേറാത്തത് എന്റെ കുഴപ്പമൊന്നുമല്ല. അതെ, സമ്മർ സീസണും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻ വേണമെന്നല്ലേ ഞാൻ തന്നോട് പറഞ്ഞത്. എന്റെ പൊന്നു മുതലാളി, അതും കൂടി കാൽക്കുലേറ്റ് ചെയ്താ ഞാൻ ഈ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സമ്മർ സീസൺ കഴിഞ്ഞാലും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സമ്മർ ആയാലും വിന്റർ ആയാലും സൊനാലി അവതരിപ്പിക്കുന്നതിന് ഒരു ഗോർജിയൻസ് ലുക്കൊക്കെ വേണം. ഓ, ഗോർജിയസ് ലുക്കൊക്കെ വേണമെങ്കിൽ ഒരു പേപ്പറില് 100 തവണ എഴുതി അങ്ങ് വായിച്ചാ മതി. ഗോർജിയസ് അവിടെ ഇരിക്കാൻ. എന്താ? അതെ, ഈ പേർപ്പിൾ കളറിനോടെ തനിക്കൊരു സ്നേഹം കാണും. എന്നുവെച്ചേ എല്ലാരും അത് സഹിക്കണമെന്നില്ല. ഓ ഹാ, അപ്പൊ പേർപ്പിൾ കളർ സജസ്റ്റ് ചെയ്തതാണ് ഇവിടെ വലിയ പ്രശ്നം. ആ, അപ്പോഴേ അതിന് പകരം ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കാം ഈ ഡിസൈന്. നല്ല ഡാർക്ക് ബ്ലാക്ക്. കല്യാണത്തിന് കല്യാണ ഡ്രസ്സിനാണോ കറുപ്പ് നിറം? ഇത് മരണവെട്ടി ഇട്ടോണ്ടു പോകാനൊന്നുമല്ല. ഹാ, കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇവിടെ ചിലർക്ക് ഡാർക്കാ ബ്ലാക്ക്. ചിലർക്കല്ല, എനിക്കാണിപ്പോ മൊത്തത്തില് ഡാർക്ക്. താനേ കൂടുതൽ വാചകം ഒന്നും അടിക്കാതെ ഇത്. അതെ, കല്യാണം കഴിഞ്ഞാലേ നമ്മുടെ ഹെഡ് ഓഫീസ് മൊത്തത്തിലൊന്ന് റിനോവേറ്റ് ചെയ്താലോ എന്നാ ഞങ്ങള് വിചാരിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ഓഫീസ് ഇപ്പൊ ഹൈദരാബാദിലാണല്ലോ. അതിങ്ങ് സിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവന്നാലോ എന്നാ വിചാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ സിറ്റി യൂണിറ്റ് മാത്രമാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഫാക്ടറിയോട് ചേർന്ന് 1 ഏക്കറോളം സ്ഥലം വെറുതെ കിടക്കുക. ഹെഡ് ഓഫീസ് ഉൾപ്പെടെ ടോട്ടൽ നമ്മുടെ ഒരു ഓഫീസ് സമുച്ചയം ആക്കിയെടുക്കണമെന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ പറയുന്ന അഹങ്കാരമൊക്കെ നിന്റെ ഐഡിയ ആണോ, അതോ ഇവരുടെ? അതോ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ളതോ? ഐഡിയ ഒക്കെ സിദ്ധുവേട്ടന്റെയാ. പിന്നെ ഓഫീസിന്റെ ഡിസൈൻസും മറ്റു കാര്യങ്ങളും എന്റെ മനസ്സിലുള്ളതുപോലെ ഞാൻ പറഞ്ഞു. അല്ലേ സിദ്ധുവേട്ടാ?
ആ അതെ, ഞങ്ങള് രണ്ടും നല്ല മനപ്പൊരുത്തം ആയതുകൊണ്ടേ ഈ വിജയം അത് അടിവെച്ച് കേറൂന്നുള്ളത് ഉറപ്പാ. ആ അതെ, ഈ ഹെഡ് ഓഫീസിന്റെ പദ്ധതിയൊക്കെ പപ്പയോട് ശിവയോടും ചോദിച്ചിട്ട് ചെയ്താ മതി. പിന്നെ ഹെഡ് ഓഫീസിന്റെ നിയന്ത്രണം നിനക്ക് തന്നെ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. പപ്പ മറ്റെന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. അതെ, പപ്പ ആലോചിച്ചോട്ടെ. പപ്പയോട് ആലോചിക്കാതെ ഞങ്ങള് രണ്ടുപേരും ഒരു തീരുമാനം എടുക്കത്തില്ല. പിന്നെ പപ്പ എന്തായാലും ഞങ്ങളുടെ അഭിപ്രായത്തിന് എതിരൊന്നും നിൽക്കത്തില്ല. അതെ, അവള് പറഞ്ഞത് ശരിയാ. അവളുടെ തീരുമാനത്തിന് പപ്പ വളരെ വില കൊടുക്കുന്നുണ്ട്. ഞാനും മുന്നുമായിട്ടുള്ള വിവാഹം മാറ്റിമറിച്ച് അവളുടെ ഒറ്റ വാക്കുകൊണ്ടാണ്. പെണ്ണിന്റെ വാക്കിന് വളരെ വിലയല്ലേ നമ്മുടെ സൊനാലി കൊടുക്കുന്നത്. ശരിയാ, മമ്മി ഉൾപ്പെടെ സൊണാലി വന്നു കേറിയ പെണ്ണുങ്ങൾക്ക് തന്നെയാ വില. പക്ഷേ നിന്റെ പെണ്ണിന് ആ വില കിട്ടണമെങ്കിലേ കുറച്ച് അധ്വാനിക്കേണ്ടി വരും. പൂജ എങ്ങോട്ടും വിടുന്നില്ല. അവളുടെ കാര്യം തീരുമാനിക്കുന്ന പപ്പയും മമ്മിയാ. 10-20 വയസ്സുള്ള ഒരു പെങ്കൊച്ച കുടുംബത്തിൽ നിർത്തി നാണക്കേടുണ്ടാക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. വാടി ഇങ്ങോട്ട്. നിന്റെ ബാഗ് എടുത്തോണ്ട് ഉലഹന്നാൻ ഓ. വിളിച്ചോണേ. ഓ വന്നേ. ഒന്നല്ലല്ലോ, രണ്ടാണല്ലോ ഇപ്പൊ MD. പ്രശ്നാവും. ആവും. നീങ്ങി വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതെ, ജയനോട് പറഞ്ഞ് 2 കോഫി കൊണ്ടുവരാൻ പറഞ്ഞു. ഷുവർ മാഡം. അതെ, നമ്മുടെ ആ സെക്യൂരിറ്റി ഒന്ന് വിളിക്കൂ. അതെ, ഈ പൂജ എന്ന് പറയുന്ന പെണ്ണ് ഏതാ? ഇതുവരെ എന്നോടത് പറഞ്ഞില്ലല്ലോ. പൂജ ആരാന്ന് തന്നോട് പറയണോ? വേണ്ട. പിന്നെ എന്തിനാവൊക്കെ അന്വേഷിക്കുന്നേ? അല്ല, 10-20 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് പറഞ്ഞല്ലോ. ആ, അതിന് അതുകൊണ്ട് ഇയാളുടെ ചേട്ടത്തി പറഞ്ഞതുപോലെ പേര് ദോഷം വരുത്തി വെക്കുന്നത് എന്തിനാ? ഓ, എനിക്ക് പെരുദോഷം വന്ന ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ മോതിരം ഈ വിരലിൽ കിടക്കുന്നിടത്തോളം കാലം പേരുദോഷം വരുത്താൻ ഞാൻ സമ്മതിക്കൂല. അത് എനിക്കും കൂടി ദോഷമല്ലേ. എന്തായാലും ഈ മോതിരം ഊരി എറിയുമ്പോ പെരുദോഷം ആയിക്കോളും. അതെ, ഈ പൂജ എവിടുത്തെ കാര്യ? പൂജ ഈ പൂജ എന്ന് പറയുന്നില്ലേ, ഞങ്ങള് ചെറുപ്പം മുതല് ഒരുമിച്ച് കളിച്ചു വളർന്ന് മണ്ണപ്പൊക്കെ ചുട്ടു വളർന്ന ആൾക്കാരാ. എന്തുപറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വോക്കി ഡാർക്ക് ബ്ലാക്ക് ആവാതെ ചെയ്.
എന്താ ചേച്ചി? എനിക്ക് സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നീയുമായിട്ടുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ടേ അതിന്റെ തലേന്നത് മുടക്കിച്ചിട്ട് അവളുമായിട്ട് അവൻ ജീവിക്കുന്നത് എങ്ങനെയാടി നിനക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നേ? കണ്ടോണ്ടിരിക്കല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അന്നേ അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ആയി തീരുള്ളൂ. അതുകൊണ്ട് ഞാൻ വലിയ സ്വപ്നക്കൊട്ടാരൊന്നും കെട്ടിയിട്ടില്ല. ചേടാ, എന്നാലും എന്റെ കുഞ്ഞെ, ഞാൻ വിചാരിച്ചത് ആമിത്തള്ള നിന്റെ കാര്യത്തിൽ എതിര് പറയുന്ന. എതിര് പറഞ്ഞല്ലോ. ആ പെണ്ണ് നല്ലതാ, പെണ്ണിന്റെ വീട്ടുകാര് ശരിയല്ലെന്ന്. അതല്ലെങ്കിലും ശരിയാണ്. ആ പെണ്ണുമുള്ള ഭാവന നല്ലവരാ അവര്. പിന്നെ മറ്റേ തള്ളയും നല്ല മുറ്റ, അവരെ കണ്ടാലേ അറിയാം. അതൊക്കെ നിങ്ങക്ക് ചുമ്മാ തോന്നുന്നതാന്നേ. ഞാൻ ഇവരുടെ എല്ലാ ദിവസവും സംസാരിക്കുന്നതല്ലേ. രാവിലെ ആവുമ്പോഴേക്കും അവൾ എനിക്കൊരു മെസ്സേജ് അയക്കും, പിന്നെ അവളുടെ തള്ള എനിക്ക് മെസ്സേജ് അയക്കും, അവസാനം ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കും, അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കും. ഞങ്ങൾ തമ്മിൽ ഇത്തിരി ചാറ്റിംഗ് ഒക്കെ ഉണ്ടെന്നേ. അങ്ങനെയൊക്കെ. നീ പെണ്ണിനും തള്ളയ്ക്കും ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ്. ഇടയ്ക്കിടയ്ക്ക്. നീയേ അവരിങ്ങോട്ടാണോ അതോ നീ അങ്ങോട്ടാണോ? അല്ല, അത് പിന്നെ ഇപ്പോ അവരിങ്ങോട്ട് പറഞ്ഞ അയക്കുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞ അയക്കും. അതാണല്ലോ എന്റെ ഒരു സെറ്റപ്പ്. അല്ലാതെ വേറൊന്നുമില്ല. എന്നാ അകത്തുനിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോ. ഈ സീറ്റ് ബെൽറ്റ് അടിച്ചിട്ട് വന്നാ പോരെ? അത് മൂരങ്ങോട്ട്. കൊച്ചു വിഷമിച്ച് നിൽക്കുന്നുണ്ടോ? ആ മോളെ, മോനെ, ഇനി ഇത് നിന്റെ വീടല്ലേ? മുറ്റത്ത് നിന്ന് വർത്താനം പറഞ്ഞിട്ട് പോണ്ട കാര്യമില്ല. വാ. അതെ, എന്തെങ്കിലും കഴിച്ച് റെസ്റ്റ് ചെയ്ത് സമാധാനായിട്ട് പോയാ. അത് മാത്രല്ല, പിന്നെ ചെറുക്കിന് നല്ല സന്തോഷം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം ഞങ്ങക്ക് പറയാനുണ്ട്. അല്ല, പറയാനുള്ളതൊക്കെ നമ്മള് പറഞ്ഞു തീർത്തതല്ലേ? അതുമല്ല, ഞങ്ങൾക്ക് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആ പറയുന്നത് എന്താന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നോവ് അവന്. വാ. ആമി, ഇതൊന്ന് പിടിച്ച. അതെ, കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാ. അയ്യോ, ഇത് വാങ്ങിക്കാൻ ഞാൻ മോളോട് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ വാങ്ങിച്ചതൊന്നും അല്ല. പിന്നെ അത് ഏട്ടൻ വാങ്ങിയതാ. ഏട്ടനോ? ആ, സിദ്ധു ഏട്ടൻ. ഉൾവിളി. അതെ. മോൻ ഇതൊക്കെ വാങ്ങിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ ആമി, ഇതൊന്നും ഞാൻ മേടിച്ചാലേ ഇവള്. സിദ്ധുവേട്ട ചുമ്മാ കള്ളം പറയാതെ. സ്വന്തം ഇഷ്ടത്തിന് വണ്ടി വഴിയിൽ നിർത്തി സിദ്ധുവേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. ഞാൻ വേണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞതല്ലേ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? മോളുടെ വീട്ടിലേക്ക് പോവല്ലേ, ഏട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണ്ടേ. പറഞ്ഞില്ലേ? ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെ ഇങ്ങനെ കാണുമ്പോഴേ ആത്മാഭിമാനം കൊണ്ടേ ശരീരം വീണ്ടും വീണ്ടും ഇങ്ങനെ പുഷ്പിക്കുവാന്നേ. നോക്കിയേ, കണ്ടോ? കണ്ടില്ലേ? വാ കേറി വാ മക്കളെ. പ്രതിഭയ്ക്ക് ശരത്തിന് ഇഷ്ടമായിരിക്കും, പക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങൾ മാത്രം ആലോചിച്ചാ പോരല്ലോ. അവളുടെ മമ്മിയും ചേച്ചിയൊക്കെ ഇതിന് സമ്മതിക്കണ്ടേ? സമ്മതമാണ്, 100 വട്ടം സമ്മതമാണ്. ആ കുട്ടിയുടെ ചേച്ചി എന്റെയും ഇവളുടെയും ശരത്തിന്റെയും മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ. ഞങ്ങൾ അവിടെ പോയി കണ്ടു, സംസാരിച്ചു. അത് മാത്രല്ല മോനെ, അന്ന് ഭാവനമായുടെ ആ കൊച്ചിന്റെ അമ്മേനോട് വിളിച്ച് സംസാരിച്ചു അവനുമായിട്ട് നേരിട്ട്. പിന്നെ ദേ ഇരിക്കുന്ന ആമിക്കാണെങ്കിൽ പരിപൂർണ സമ്മത കല്യാണത്തിന്. പിന്നിപ്പോ എന്താ കുഴപ്പം? നേരാണ് ആമി ഇതിന് സമ്മതിച്ചോ? ഇതെന്തോന്ന് പാടത്? അവർ രണ്ടുപേരുടെയും കല്യാണത്തിന് ആമിയുടെ സമ്മതം എന്തിനാ? അവർക്ക് രണ്ടുപേർക്കും സ്നേഹമായ പോരെ? അത് പോരാ. ഇനി ഈ ഇരിക്കുന്ന സിദ്ധുവേട്ടന്റെ സമ്മതം കൂടി വേണം. കാരണം സിദ്ധുവേട്ടനാ പ്രതിഭയെ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ആമി ചോദിക്ക്, സിദ്ധുവേട്ടന് ഇഷ്ടമാണോ അല്ലേന്ന് ചോദിക്കാമി.
എന്റെ മോളെ, അവര് കൂട്ടുകാരല്ലേ? ഈ ശരത്തും സിദ്ധുമോനും 2 ശരീരം 1 ചങ്കുമായിട്ട് ജീവിച്ചവരല്ലേ? അവൻ അവന്റെ കൂട്ടുകാരൻ നന്നായിരിക്കാനല്ലേ ആഗ്രഹിക്കൂ? അങ്ങനെയല്ല ആമി. ആമി ഒന്ന് ചോദിച്ചേ, സിദ്ധുവേട്ടൻ ഈ കല്യാണത്തിന് സമ്മതമാണോ ഒന്ന് ചോദിക്കാമി. മോന് എന്തെങ്കിലും വിഷമമുണ്ടോ ഇക്കാര്യത്തില്? ആമി എനിക്കെന്ത് ബുദ്ധിമുട്ടാ? എനിക്കൊരു പ്രശ്നമില്ല. അങ്കിള് പറയുന്ന പോലെ അവൻ എന്റെ ചങ്കല്ലേ. പ്രതിഭ നല്ല കുട്ടിയാ. അവളും ശരത്തും സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ.